ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിന് മുന്നോടിയായുള്ള കലാശക്കൊട്ട് ഇന്ന് നടക്കും. വൈകിട്ട് 6 മണിക്കാണ് പരസ്യ പ്രചാരണം അവസാനിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലാണ്. പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. കലാശക്കൊട്ടാണ് വൈകിട്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പ് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ളത്. എല്ലാ മുന്നണികളും വലിയ ആവേശത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും LDF-ഉം UDF-ഉം ഒക്കെ തന്നെ ഒരു സൂപ്പർ സൺഡേക്ക് ശേഷമുള്ള കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. LDF-നും UDF-നും NDA-ക്കും ഒക്കെ തന്നെ ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കുന്നതിനായി പ്രത്യേക സ്ഥലങ്ങൾ തന്നെ പോലീസ് നൽകിയിട്ടുണ്ട്. ഏകദേശം 800ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് കൊട്ടിക്കലാശം കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിടുന്നതിനാവശ്യമായ പോലീസ് സംഘത്തെ പല സ്ഥലങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പുറത്തു നിന്നുള്ള അർദ്ധസേന വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെയാണ് അവിടത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതൊക്കെ പറയാൻ കഴിയും. നിലമ്പൂർ അക്ഷരാർത്ഥത്തിൽ പ്രചരണത്തിന്റെ വലിയ ചൂട് കയറി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ചും രണ്ട് മുന്നണികളും വിജയം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ മുന്നണികളുടെയും നേതാക്കന്മാരെ നിലമ്പൂരിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മുന്നണികൾക്ക് ആവേശമായി മാറുന്നത്. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള റോഡ് ഷോ സംഘടിപ്പിച്ചു. ഒപ്പം യൂസഫ് പത്താനെ പങ്കെടുപ്പിച്ചുകൊണ്ട് TV അൻവർ വലിയ തരത്തിലുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലുള്ള ഒരു ബൈക്ക് റാലി സംഘടിപ്പിച്ചു. LDF ആകട്ടെ മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ മുതിർന്ന നേതാക്കന്മാരെ എല്ലാം തന്നെ അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു വലിയ പ്രചരണ പരിപാടി തന്നെ നിലമ്പൂരിൽ നടന്നിരിക്കുന്നു. ഈ കണക്കുകൂട്ടലുകളുടെ കാര്യങ്ങളിലേക്ക് നീക്കുകയാണ്. പ്രത്യേകിച്ചും ഈ മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ഇന്നത്തെ ഇലക്ഷൻ പ്രചാരണ പരിപാടികൾ അല്ലെങ്കിൽ ഇന്നത്തെ കൊട്ടിക്കലാശം കഴിഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാരെല്ലാം തന്നെ അന്തം വിട്ട് അല്ലെങ്കിൽ ആ ജില്ല വിട്ട് പുറത്തേക്ക് പോകണം. പുറത്തു നിന്നെത്തിയ നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ അവരുടെ ജോലികൾ പൂർത്തിയാക്കി മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് വരും. പിന്നീട് അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാരായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുക. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് LDF-ഉം UDF-ഉം ഒരുപോലെ തന്നെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ ഇരു മുന്നണികളും സംഘടിപ്പിച്ചു എന്നുള്ള അവകാശവാദങ്ങൾ തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങളിൽ അതായത് PVN അൻവർ ചതിച്ചു, ഒപ്പം LDF-നൊപ്പം നിന്നുകൊണ്ട് LDF-നൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് LDF-നൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ LDF-ന്റെ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വഞ്ചകനായിട്ടാണ് LDF-ഉം ഒപ്പം മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ PV അൻവറിനെ അവിടെ എടുത്തു കാണിച്ചത്. മാത്രവുമല്ല, ഇപ്പോൾ നടത്തുന്ന ജനകീയമായ വികസന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ വോട്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ LDF-ഉം പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം എന്നാൽ സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ പ്രചരണ പരിപാടികളുമായിട്ടാണ് UDF അത് വലിയ തരത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷയാണ് UDF പങ്കുവയ്ക്കുന്നത്. യുവ MLA-മാരെ കൃത്യമായി കളത്തിലിറക്കിക്കൊണ്ട് യുവ MLA-മാർക്ക് വലിയ തരത്തിലുള്ള പ്രചരണത്തിനായി മുൻഗണന നൽകിക്കൊണ്ട് നടത്തിയ പ്രചരണം വലിയ തരത്തിൽ വിജയിച്ചു എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത്. KPCC അധ്യക്ഷനും UDF-ന്റെ കൺവീനർ ഒപ്പം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിൽ തന്നെ തങ്ങിയിരുന്നു. പ്രതിപക്ഷ നേതാവിനായിരുന്നു ഇതിന്റെ മുഖ്യ ചുമതല തെരഞ്ഞെടുപ്പിന്റെ. അത്തരത്തിൽ UDF വലിയ തരത്തിലുള്ള വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. BJP ആകട്ടെ കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. ദേശീയ തലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ വലിയ തരത്തിൽ വിജയം വരിക്കുവാൻ BJP-ക്കും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മൂന്ന് മുന്നണികളും വിജയം വലിയ തരത്തിൽ പ്രതീക്ഷിക്കുമ്പോഴാണ് അൻവർ ഒരു വഴിമുടക്കിയാകുമോ എന്നുള്ളതാണ് ഇരു മുന്നണികൾക്കുമിടയിൽ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും അൻവർ ആരുടെ വോട്ടായിരിക്കും ഇത്തവണ പിടിക്കുക? കഴിഞ്ഞ വർഷം 2 പ്രാവശ്യവും LDF-നൊപ്പം നിന്ന് സ്വതന്ത്രനായി വിജയിച്ച PV അൻവർ ഇത്തവണ ആർക്കൊപ്പം അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ മറിക്കും? അത് ഏത് തരത്തിലായിരിക്കും ദോഷം ചെയ്യുക? ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വലിയ തരത്തിലുള്ള ഒരു ചർച്ച ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഇത് ഇപ്പോഴും ഒരു ഇരുട്ടിന്റെ മറയത്ത് തന്നെയാണ് അൻവർ ആരുടെ വോട്ട് മറിക്കും എന്നുള്ള കാര്യത്തിൽ. അതാണ് നിർണയമാകാനുള്ള സാധ്യതയെന്നും രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നു. ആദ്യ ശരി ബിനോയ്.